പാസ് ചെയ്യാൻ, ബാക്ക് പാസ് ചെയ്യാൻ. പക്ഷേ ന്യൂനേസ് ആ ബാക്ക് പാസ് ചെയ്യാതെ, അതായത് എഡർസന് ബാക്ക് പാസ് കൊടുക്കാതെ അല്ലെങ്കിൽ കുഷ്നോവിന് ബാക്ക് പാസ് കൊടുക്കാതെ വൈ ഹാളൻഡ് ഈസ് ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പത്തെ 2 അത് പെനാൽറ്റി മിസ്സായാലും ശരി കൺട്രോളും ചെയ്യുന്നു, അതുപോലെ തന്നെ ഹീ ഈസ് ഓപ്പണിംഗ് അപ്പ് ഹിസ് ബോഡി ടു സെറ്റ് ഹിംസെൽഫ് ടു ഷൂട്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന FA കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മാച്ചസുകൾ. നമ്മൾ എന്തൊക്കെയാണ് ഈ ക്വാർട്ടർ ഫൈനൽ മാച്ചസിൽ നോക്കാൻ പോകുന്നത്? ഈ ഗെയിമിൽ നടന്ന കീ മൊമെൻറ്റ്സ്, ഈ ഗെയിമിലെ ഗോളുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ്, പിന്നെ ഒരു ഓവറോൾ റിവ്യൂ. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ FA കപ്പ് ക്വാർട്ടർ ഫൈനലിൽ നടന്ന എല്ലാ മത്സരങ്ങളിലും നമ്മൾ ഇതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗെയിമിലേക്ക് കിടക്കാം. ബോൺമത്ത് വേഴ്സസ് മാൻ സിറ്റി. ഇവിടെ ഓബ്വിയസ്ലി ഫേവറേറ്റുകൾ മാൻ സിറ്റി ആണെങ്കിൽ പോലും ഇതൊരു FA കപ്പ് ടൈ ആയതുകൊണ്ട്, ഇതൊരു കപ്പ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അങ്ങനെ ഫേവറേറ്റുകൾ ആരുമില്ല. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബോൺമത്തിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് 4-2-3-1 ആയിരുന്നു. പക്ഷേ മാൻ സിറ്റിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് 4-3-3 എന്നായിരുന്നു. ആസ് എക്സ്പെക്റ്റഡ് മാൻ സിറ്റി ഓൺ ടോപ്പ്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മാൻ സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു. ബോൺമത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഹൈ പ്രസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും മാൻ സിറ്റി അതിനെയെല്ലാം മറികടന്ന് നന്നായിട്ട് പ്രോഗ്രസീവായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രോഗ്രസീവ് കളിയുടെ റിസൾട്ടായിട്ട് അവർക്കൊരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു ആസ് പെനാൽറ്റി. അപ്പോൾ നമ്മൾ പെനാൽറ്റി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ പെനാൽറ്റി ബോക്സിൽ നിന്ന് ഡേവിഡ് സിൽവ പാസ് കൊടുക്കുന്നത് ആഡംസ് എന്ന് പറയുന്ന ബോൺമത്ത് പ്ലെയർ കൈ ഇങ്ങനെ പൊക്കിയതുകൊണ്ട് ആ ബോൾ വന്ന് ഇങ്ങനെ അടിക്കുകയായിരുന്നു. ഇറ്റ്സ് എ സില്ലി മിസ്റ്റേക്ക്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും ഒരു പ്ലെയറിന് സംഭവിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിനെ നോക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ആർസണൽ പ്ലെയറായ ഗാബ്രിയലിൻ്റെ കാര്യമാണ്. ഗാബ്രിയൽ പെനാൽറ്റി ബോക്സിനകത്ത് വരുമ്പോഴത്തേക്ക് ഈ കൈ രണ്ടും ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പിടിക്കും. സോ ദാറ്റ് ഇങ്ങനത്തെ മിസ്ഹാപ്പ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കൈ രണ്ടും ഇങ്ങനെ ബാക്കിലേക്ക് പിടിക്കും. അതിപ്പം ഒരു ഡിഫൻഡർ തന്നെ, അതിപ്പോൾ ഒരു ഡിഫൻഡർ മാത്രമല്ല അങ്ങനെ ചെയ്യേണ്ടത്. സോ പെനാൽറ്റി ബോക്സിനകത്തേക്ക് വരുമ്പോൾ യു ഷുഡ് ബി മോർ ഡിസിപ്ലിൻഡ്. ആ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് നമ്മളവിടെ കണ്ടത്. അത് മാത്രമല്ല ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ ഒരു ഡിഫെൻസീവ് കോച്ച് ഇതൊക്കെ അയൺ ഔട്ട് ചെയ്ത് വിടണം. ഓക്കെ, അങ്ങനത്തെ ഒരു ഡിസിപ്ലിനായ്മയാണ് നമ്മളവിടെ കണ്ടത്. അങ്ങനെ മാൻ സിറ്റിക്ക് റൈറ്റ്ഫുള്ളി ആ ഒരു പെനാൽറ്റി കിട്ടുകയായിരുന്നു. ഹാളണ്ടാണ് പെനാൽറ്റി എടുക്കാൻ വന്നത്. ഓക്കെ, ഹാളണ്ട് ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ കെപ്പ അതിമനോഹരമായിട്ട് ഹീ പിക്ഡ് സ്പോട്ട്, ലെഫ്റ്റിലേക്ക് ഡൈവ് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. ലെഫ്റ്റിലേക്ക് തന്നെ ഡൈവ് ചെയ്യുന്നു. ഈസി ആയിട്ട് കെപ്പ അത് സേവ് ചെയ്യുന്നു. ഹാളണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് ഒരുപാട് പെനാൽറ്റി ഒന്നും മിസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മൾ ആ പെനാൽറ്റി അനലൈസ് ചെയ്യുകയാണെങ്കിൽ പോലും പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഇറ്റ് വാസ് ലിറ്റിൽ ബിറ്റ് വീക്ക്. ഹാളണ്ട് ഉദ്ദേശിച്ചത് ഹി വാണ്ടഡ് ദ ഗോൾ കീപ്പർ ടു ഡൈവ് ടു ഹിസ് ലെഫ്റ്റ്. പുള്ളി ഷൂട്ട് ചെയ്തത് പുള്ളിയുടെ റൈറ്റിലേക്ക്. ഇങ്ങനെയാണ് പുള്ളി ഉദ്ദേശിച്ചതെന്നാണ് നമുക്കത് ആ ഗോൾ കാണുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. പക്ഷേ ഹാളണ്ടിന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു. ഹാളണ്ടിന് ഗോൾ കീപ്പറിനെ അങ്ങനെ ഫൂൾ ചെയ്യാൻ ഹി വാസൻറ്റ് ഏബിൾ ടു പുൾ ദാറ്റ് ഓഫ്. ഹാളണ്ടിന് അത് പുൾ ഔട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നു. ഹാളണ്ട് വാസ് നോട്ട് കൺവിൻസിങ് ഇനഫ് ഫോർ ദ ഗോൾ കീപ്പർ ടു മേക്ക് ദാറ്റ് ജമ്പ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കെപ്പ എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഹി ഓൾറെഡി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. ഞാൻ എന്താണെങ്കിലും ലെഫ്റ്റിലേക്ക് ചാടുന്നുള്ളൂ എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജാണ് നമുക്കതിൽ നിന്ന് കാണുന്നത്. നമ്മൾ ആ വീഡിയോ വീണ്ടും നോക്കുമ്പം ഇങ്ങോട്ടോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു കെപ്പയ്ക്ക്. ഇത് എങ്ങോട്ടടിച്ചാലും ഞാൻ ലെഫ്റ്റ് ചാടും മെൻറ്റാലിറ്റി ആയിരുന്നു കെപ്പയ്ക്ക്. സോ എനിവേ ഹി മെയ്ഡ് ദ റൈറ്റ് ജംപ്, ഹി മെയ്ഡ് ദ റൈറ്റ് സേവ്. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് സേവ് ബൈ കെപ്പ. പുള്ളിയുടെ ആ ഒരു ഡിസിഷന് ഹി ഗെറ്റ്സ് റിവാർഡ് കെപ്പയ്ക്ക്. എനിവേ അങ്ങനെ മാൻ സിറ്റിക്ക് അവിടെ ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, മാൻ സിറ്റി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നു. അത് കഴിഞ്ഞും ഹാളണ്ടിന് വേറൊരു ചാൻസ് കിട്ടുന്നു, ഒരു ത്രൂ പാസ് കിട്ടുന്നു. അത് ലോബ് ചെയ്യുന്നു, ലെഫ്റ്റ് ലെഗ് വെച്ച് ആ ലോബും ഇറ്റ്സ് നോട്ട് ഫൈൻഡിങ് ഇറ്റ്സ് വേ ടു ബാക്ക് ഓഫ് ദ നെറ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബോൺമത്ത് ദേ ആർ ഹാവിങ് ലിറ്റിൽ ബിറ്റ് ഓഫ് പൊസഷൻ ആൻഡ് എവറിത്തിങ്. ബോൺമത്ത് തുടക്കത്തിൽ അവരെങ്ങനെ ഹൈ പ്രസ് ചെയ്തോ അതുപോലെ തന്നെ അവർ ഹൈ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ആ ഒരു പ്രഷറിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. ബോൺമത്തിൻ്റെ സ്ട്രൈക്കറായ എവാനിൽസൺ ഗോൾ അടിക്കുന്നു. ആ ഗോളിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം, ഈ ഗോൾ എങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഗോൾ നോക്കുവാണെങ്കിൽ ഫിൽ ഫോഡൻ, മാൻ സിറ്റിയുടെ കയ്യിലാണ് ബോൾ ഇപ്പോൾ ഉള്ളത്. ഫിൽ ഫോഡൻ
ന്യൂനെസിന് ഒരു ബാക്ക് പാസ് കൊടുക്കുന്നു. പക്ഷേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് ബോൺമത്ത് വളരെ ഹൈ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോൺമത്ത് പ്ലെയറായ, അതും ബോൺമത്തിൻ്റെ ലെഫ്റ്റ് ബാക്കായ സോളർ എന്ന് പറയുന്ന പ്ലെയർ ഭയങ്കര ഒരു ഹൈ പ്രസ് റണ്ണ് നടത്തുന്നു ന്യൂനേസിൻ്റെ നേരെ. ഓക്കെ, ന്യൂനേസിന് ഓപ്ഷനുണ്ട് പാസ് ചെയ്യാൻ, ബാക്ക് പാസ് ചെയ്യാൻ. പക്ഷേ ന്യൂനേസ് ആ ബാക്ക് പാസ് ചെയ്യാതെ, അതായത് എഡർസന് ബാക്ക് പാസ് കൊടുക്കാതെ അല്ലെങ്കിൽ കുഷ്നോവിന് ബാക്ക് പാസ് കൊടുക്കാതെ ന്യൂനേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് ട്രൈങ് ടു സ്വിച്ച് ദ പ്ലേ. ആ മിഡിലേക്ക് അതും ന്യൂനേസിന് ഒരു മാൻ സിറ്റി പ്ലെയറിനെ സ്പോട്ട് ചെയ്യാൻ പറ്റാതെ തന്നെയാണ് ആ മിഡിലേക്ക് പാസ് കൊടുക്കുന്നത്. നമ്മളത് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യുമ്പോൾ അറിയാം കേട്ടോ. ആ പ്രസ് വയ്യാതെ ആ അണ്ടർ പ്രഷറിലാണ് ന്യൂനേസ് സഹി കെട്ടിട്ട് ആ പാസ് മിഡിലേക്ക് ഇടുന്നത്. ബോള് ന്യൂനേസ് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊവച്ചിച്ചിനാണ്, അങ്ങ് ഫാർ എൻഡിലുള്ള. പക്ഷേ ആ പ്രഷർ കാരണം ബാക്കിലേക്കും പാസ് കൊടുക്കുന്നില്ല, എഡർസണും പാസ് കൊടുക്കുന്നില്ല, കുഷ്നോവിനും പാസ് കൊടുക്കുന്നില്ല. നേരെ മിഡിലേക്കാണ് ആ ബോള് പാസ് ചെയ്യുന്നത്. ആ പാസ് അതിമനോഹരമായിട്ട് കുക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഈ കുക്ക് എന്ന് പറയുന്നത് ബോൺമത്തിൻ്റെ റൈറ്റ് ബാക്കാണ്. അതാണ് ഈ ഗെയിമിൽ നമ്മൾ കാണുന്നത്. ഇത്രയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഈ പ്രഷർ ഇട്ടതാരാ? ലെഫ്റ്റ് ബാക്ക്, ബോൺമത്തിൻ്റെ ലെഫ്റ്റ് ബാക്ക്. ഇപ്പോൾ ഈ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതാരാ? ബോൺമത്തിൻ്റെ റൈറ്റ് ബാക്ക്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ബോൺമത്തിൻ്റെ ഹൈ പ്രസ്. ബോൺമത്തിൻ്റെ റൈറ്റ് ബാക്കായ ന്യൂനേസിൻ്റെ ആ ഒരു മിസ്റ്റേക്ക്, ആ ഒരു മിസ് പാസ് നല്ല രീതിയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു കുക്ക് വളരെ കമ്പോസ്ഡ് ആയിട്ട് ആ പാസ് ബ്രൂക്സ് എന്ന പ്ലെയറിന് മറിച്ചു കൊടുക്കുന്നു. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ബ്രൂക്സ് എന്ന പ്ലെയറിന് മറിച്ചു കൊടുക്കുന്നു. ബ്രൂക്സ് ആ ബോള് ക്യാരി ഫോർവേഡ് ചെയ്ത് നേരെ ക്രോസ് ചെയ്യുന്നു ടുവേർഡ്സ് ദ ഫാർ എൻഡ്. ആ ഫാർ എൻഡിൽ ആരാ ഉള്ളത്? എഗെയിൻ ക്ലൈവേർട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ മിസ്റ്റേക്ക് വരുന്നത് തന്നെ ന്യൂനേസിൽ നിന്നാണ്. ന്യൂനേസ് അണ്ടർ പ്രഷർ ആ പാസ് മിസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ക്ലൈവേർട്ട് എന്ന പ്ലെയറിനെ മര്യാദയ്ക്ക് ട്രാക്ക് ബാക്ക് ചെയ്യാതെ ഹീസ് ജസ്റ്റ് ബോൾ വാച്ചിങ്. ഓക്കെ, അത് അഡ്വാൻറ്റേജ് എടുക്കുന്നു ക്ലൈവേർട്ട് എന്നിട്ട് അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഹീസ് ഗെറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ന്യൂനേസ്. എന്നിട്ട് അത് ക്ലൈവേർട്ട് ഈസ് ആക്ച്വലി ട്രൈങ് ടു അത് സ്കോർ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എഡർസനും അതിൽ ഹാൻഡ് കിട്ടുന്നില്ല. ആ ബോള് എഡർസനെയും താണ്ടി ഇങ്ങനെ പെതുക്കെ ബൗൺസ് ചെയ്ത് ഇങ്ങനെ വരുന്നു. അവിടെയാണ് ബോൺമത്തിൻ്റെ സ്ട്രൈക്കർ എവാനിൽസൺ വന്നിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നത്. അത് എവാനിൽസൺ വന്ന് ടച്ച് ഇല്ലായിരുന്നെങ്കിൽ അതൊരിക്കലും അത് ഗോളാവത്തില്ലായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് ബോൺമത്തിൻ്റെ ഫസ്റ്റ് ഗോൾ വന്നത്. അഗെയിൻ ദിസ് ഈസ് എ റിസൾട്ട് ഓഫ് ഹൈ പ്രസ്. വളരെ വെൽ എക്സിക്യൂട്ടഡ് ഹൈ പ്രസ് കൺവേർട്ടഡ് ഇൻ ടു എ ഗോൾ. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും മാൻ സിറ്റിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഇതുപോലെ തന്നെ 1-0 എന്ന നിലയിൽ എൻഡ് ആവുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരാം. സെക്കൻഡ് ഹാഫിൽ ആദ്യം തന്നെ പെപ്പ് ചെയ്യുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കുഷ്നോവിനെ വേണ്ടിയിട്ട് നിക്കോ റൈലിനെ കൊണ്ടുവരുന്നു. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. കുഷ്നോവ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു യെല്ലോ കാർഡ് എടുത്തിരുന്നു. അതും ഒരു റീസണായി നിക്കോ റൈലിനെ കൊണ്ടുവന്നതും. നിക്കോ റൈലിനെ കൊണ്ടുവന്നതാണ് ഈ ഗെയിമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ നമുക്കത് പറയാം. അങ്ങനെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ആവുന്നു. മാൻ സിറ്റി ഓൺ ടോപ്പ്. ഫ്രം ദ ഫസ്റ്റ് മിനിറ്റ് മാൻ സിറ്റി ഓൺ ടോപ്പ്. ഫിൽ ഫോഡൻ ഒരു അതിമനോഹരമായ ഒരു കട്ട് ത്രൂ റണ്ണ് നടത്തുന്നു. ഫിൽ ഫോഡൻ ഷോട്ട് എടുക്കുന്നു. കെപ്പ അത് സേവ് ചെയ്യുന്നു. ഇറ്റ്സ് എ റെഗുലർ സേവ്. എന്നാൽ പോലും there were signs that Man City are going to come back. ആ ഒരു ഫസ്റ്റ് മിനിറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിരുന്നു that Man City are not going to give up, of course. അങ്ങനെ ഇരിക്കുകയാണ് 49th മിനിറ്റിൽ ഏർലിംഗ് ഹാലൻഡ് മാൻ സിറ്റിക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത് ഈക്വലൈസ് ചെയ്യുന്നത്. നമുക്ക് ആ ഗോളിനെ പറ്റി വിശദമായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ബ്രോയ്നർ അഗെയിൻ ദ പ്ലേ മേക്കർ. അതിമനോഹരമായ ഒരു പാസ്, അഡ്വാൻസിങ് റൺ ബൈ നിക്കോ റൈലിക്ക് കൊടുക്കുന്നു. നിക്കോ റൈലി അഗെയിൻ അത് വൈഡിലേക്ക് എടുക്കാതെ അത് നേരെ ഗോളിലേക്ക് തന്നെ, അതായത് ടുവേർഡ്സ് ദ മിഡിലേക്ക് തന്നെ ഫസ്റ്റ് ടച്ച് ഇറ്റ്സ് നോട്ട് എവേ ഫ്രം ദ ഗോൾ, ഹീസ് ടേക്കിംഗ് ഇറ്റ് ടുവേർഡ്സ് ദ ഗോൾ. അങ്ങനെ വരുന്നു. സെക്കൻഡ് ടച്ച് ഒരു ക്രോസ് കൊടുക്കുന്നു. ഇവിടെയാണ് ഹാളൻഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻ്റലിജൻറ്റ് പ്ലെയറിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഹാളൻഡിൻ്റെ സ്ട്രോങ് ഫുട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റാണ്. പക്ഷേ ഈ ഗോള് പുള്ളി അടിച്ചിരിക്കുന്നത്
റൈറ്റ് ലെഗ് വെച്ചിട്ടാണ് അടിക്കുന്നത്. അതിന് കാരണമുണ്ട്. അവിടെയാണ് ഞാൻ വൈ ഹാളൻഡ് ഇസ് ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പത്തെ രണ്ട്, അത് പെനാൽറ്റി മിസ് ആയാലും ശരി, അത് ഒരു ലോബ് ആയാലും ശരി, അത് രണ്ടും ഇച്ചിരി ഒരു ഹാർഷ് അടിയായിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ഹി പുട്ട് ടു മച്ച് ഇൻ ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു സാധനം സബ് കോൺഷ്യസ്ലി എന്തായാലും മനസ്സിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പം ഇത് ലെഫ്റ്റ് ലെഗ് വെച്ച് ലാഷ് ചെയ്യാതെ അത് റൈറ്റ് ലെഗ് വെച്ച് പുള്ളിയുടെ വീക്കർ ഫുട്ട് വെച്ചിട്ട് വളരെ നൈസായിട്ടത് പ്ലേസ് ചെയ്യുന്നു. ആ റൈറ്റ് ലെഗ് വെച്ച് പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഈ കെപ്പയ്ക്ക് ഒരു ചാൻസും ഇല്ല അവിടെ വരെ എത്താൻ. കാരണം അത്രയും വൈഡിലാണ് വരുന്നത്. അതും നിക്കോ റൈലിയുടെ അളന്നു മുറിച്ച പാസൊന്നും കൂടെ നമ്മളിവിടെ പറയാൻ വിട്ടുപോകരുത്. നിക്കോ റൈലി വളരെ മനോഹരമായിട്ടത് പാസ് ചെയ്യുന്നു. എഗെയിൻ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഹാളണ്ട് റൈറ്റ് ലെഗ് വെച്ച് പ്ലേസ് ചെയ്യുന്നു. ഇതായിരുന്നു ഫസ്റ്റ് ഗോൾ ഓഫ് മാൻ സിറ്റി. അങ്ങനെ ഇരിക്കുകയാണ് വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ പെപ് ഗാർഡിയോള ചെയ്യുന്നത്. ഹാളൻഡിനെ മാറ്റിയിട്ട് ഒമാർ മർമൂഷ്, അവരുടെ ജാനുവരി സൈനിങ് ആയ ഒമാർ മർമൂഷിനെ കൊണ്ടുവരുന്നത്. അത് ഹാളൻഡ് പെനാൽറ്റി മിസ് ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല, ചെറിയൊരു ഇഞ്ചുറി പിക്കപ്പ് ചെയ്തു, പുള്ളിക്ക് അത് ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഹാളൻഡിനെ മാറ്റിയിട്ട് ഒമാർ മർമൂഷ് എന്ന പ്ലെയറിനെ കൊണ്ടുവന്നത്. ഒമാർ മർമൂഷ് വരുന്നത് 62-ാം മിനിറ്റിലാണെങ്കിൽ ഒമാർ മർമൂഷ് 63-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിക്കുന്നു. നമുക്ക് ആ ഗോളിനെ പറ്റി വിശദമായിട്ടൊന്ന് നോക്കാം. ഒരു അഡ്വാൻസിങ് ഗെയിം ബൈ മാൻ സിറ്റി. ആ അഡ്വാൻസ്ഡ് പൊസിഷനിൽ നിന്ന് ഗുണ്ടവാൻ എഗെയിൻ സെയിം ലൈക്ക് നമ്മുടെ ഡിബ്രോയിനർ ഫസ്റ്റ് ഗോളിൽ കൊടുത്തതുപോലെ തന്നെ നമ്മുടെ നിക്കോ റൈലിക്ക് പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നിക്കോ റൈലിയുടെ പാസ് ആവശ്യമില്ലാതെ സ്ലൈഡ് ചെയ്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ നോക്കുന്നു സെമന്യോ. അത് നിന്നുകൊണ്ട് തന്നെ ആ പാസ് ഇൻ്റർസെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. ആ സ്ലൈഡ് ചെയ്ത ആ പാസ് എടുക്കേണ്ടി വന്നതുകൊണ്ട് ആ പാസ് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ആ പാസ് കൺട്രോൾ ചെയ്തിട്ട് സെമന്യോയ്ക്ക് ബോൺമത്തിലേക്ക് അത് ആ പൊസിഷൻ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ബൈ ദ ടൈം പുള്ളി എണ്ണിക്കുമ്പോഴത്തേക്ക് നിക്കോ റൈലിയുടെ കയ്യിൽ ബോൾ എത്തിക്കഴിഞ്ഞു. നിക്കോ റൈലി കൺട്രോൾ ചെയ്യുന്നു. നിക്കോ റൈലി അധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആ ബോൾ പൊസഷൻ എടുക്കുന്നു. ആ ബോൾ നിക്കോ റൈലി ഒരു ടച്ച് എടുക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒമാർ മർമൂഷ് നിൽക്കുന്നത് നിക്കോ റൈലിക്ക് കാണാം. ഓക്കെ, നിക്കോ റൈലി വിത്ത് അതിമനോഹരമായിട്ട്, ഇറ്റ്സ് എ വെരി ടഫ് ടെക്നിക് ടു എക്സിക്യൂട്ട്. ആ ഒരു ടച്ചിൽ മർമൂഷിന് അത് കൊടുക്കുന്നു. മർമൂഷിനത് മറിച്ചു കൊടുക്കുന്നു. മർമൂഷ് ബോൾ കൺട്രോളും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹീ ഈസ് ഓപ്പണിംഗ് അപ്പ് ഹിസ് ബോഡി ടു സെറ്റ് ഹിംസെൽഫ് ടു ഷൂട്ട്. അത് സെക്കൻഡ് ഷോട്ട് എന്ന് പറയുന്നത് അത് പവർഫുൾ ഷോട്ടല്ല. ഓക്കെ, ഇറ്റ്സ് എഗെയിൻ എ ക്ലെവർ പ്ലേ. ഓക്കെ, അത് വളരെ അത് പ്ലേസ്മെൻ്റ് ആണ്. ഹീ നോസ് ദാറ്റ് ഐ ഹാവ് മോർ ചാൻസ് ഇഫ് ഐ ഷൂട്ട് ഇറ്റ് നൗ. ആ പ്ലെയറിന് ഓൾറെഡി അറിയാം, ഇതിപ്പോൾ സോഫ്റ്റ് ഷോട്ട് ആണെങ്കിൽ പോലും ആ ഗോൾ കീപ്പറിന് അതിങ്ങനെ ചാടി താഴെ വീണത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക് എന്ന് മർമൂഷിന് അറിയാം. സോ അതുകൊണ്ടാണ് അതൊരു പവർഫുൾ ഷോട്ട് ആക്കാതെ, ഒരു എക്സ്ട്രാ ടച്ച് എടുത്ത് അതൊരു പവർഫുൾ ഷോട്ട് ആക്കാതെ വളരെ വളരെ ക്ലിയർ ആയിട്ട് അത് പ്ലേസ് ചെയ്യുന്നത്, കെപ്പയുടെ അടുത്തുകൂടെ തന്നെ പോകണമെന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യുന്നത്. എഗെയിൻ കെപ്പയ്ക്ക് സമയമെടുക്കുന്നു പുള്ളിയുടെ ഫുൾ ബോഡി താഴോട്ട് കൊണ്ടുവന്ന് അത് സേവ് ചെയ്യാനായിട്ട്. അങ്ങനെ എഗെയിൻ ഒമാർ മർമൂഷിൻ്റെ വളരെ ക്ലെവർ ആൻഡ് ഇൻ്റലിജൻറ്റ് ഗോൾ. ഒന്നുകൂടെ നോക്കാം. ദാ എഗെയിൻ ഹീ സെറ്റിംഗ് അപ്പ്. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഹീസ് സെറ്റിംഗ് അപ്പ്, ഷോട്ട് എടുക്കുന്നു, കെപ്പയ്ക്ക് സമയം എടുക്കുന്നു താഴേക്ക് വരാനായിട്ട്, അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ ഗോളുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴും ഇങ്ങനെ പവർഫുൾ ഷോട്ട് തന്നെ ആവണമെന്നൊന്നുമില്ല ഗോളാവാൻ എന്ന്, അല്ലേ? അങ്ങനെ സെക്കൻഡ് ഗോൾ കയറുന്നു. സെക്കൻഡ് ഗോൾ കയറിയതിൽ പിന്നെ ബോൺമത്തിന് അധികം ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഗുണ്ടവാൻ ഒരു ചാൻസ് കിട്ടുന്നു. ആ ചാൻസ് പോസ്റ്റിൽ തട്ടി പോകുന്നു. അത് കഴിഞ്ഞ് ജെയിംസിന് ഒരു ചാൻസ് കിട്ടുന്നു ഗോൾ അടിക്കാൻ. ബേസിക്കലി ആ സെക്കൻഡ് ഗോൾ കയറിയതിൽ പിന്നെ ബോൺമത്തിന് അധികം ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു.
90th മിനിറ്റ് ആവുന്നു. 90th മിനിറ്റിൽ നിന്ന് 95th മിനിറ്റിലേക്ക് 97th മിനിറ്റിലേക്ക് പോകുന്നു. അങ്ങനെ മാൻ സിറ്റി ഈ ഗെയിം 2-1 വിജയിക്കുകയായിരുന്നു. ഇതിനൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഗെയിം ഓഫ് 2 halves എന്ന് തന്നെ പറയണം. ഫസ്റ്റ് ഹാഫിൽ ബോൺമത്തിന് അധികം ചാൻസസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും അവർക്ക് കിട്ടിയ ചാൻസ് വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അതേസമയം സെക്കൻഡ് ഹാഫിൽ പെപ്പ് നടത്തിയ ആ ഒരു ചേഞ്ച്, കുഷ്ണോവിനെ മാറ്റിയിട്ട് നിക്കോ റൈലിനെ കൊണ്ടുവന്നതും കുറച്ചുകൂടെ പേസി പ്ലെയറാണ്, കുറച്ചുകൂടെ ടെക്നിക്കൽ എബിലിറ്റി ഉള്ള പ്ലെയറാണ്, ആ പ്ലെയറിനെ കൊണ്ടുവന്നതും പിന്നെ ഒമാർ മർമൂഷിൻ്റെ ചേഞ്ചും ഇതെല്ലാം സെക്കൻഡ് ഹാഫിൽ മാൻ സിറ്റിയെ ഗുണം ചെയ്തു. എ ഗെയിം ഓഫ് 2 halves എന്ന് തന്നെ പറയണം. ആ 2 halfൽ സെക്കൻഡ് ഹാഫിൽ മാൻ സിറ്റി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കളിച്ചതുകൊണ്ട് ദേ ആർ ഇൻ ദ സെമി ഫൈനൽസ് ഓഫ് FA കപ്പ്.